പശ്ചിമേഷ്യയിൽ യുദ്ധം, ലോകം ആശങ്കയിൽ. ഇറാൻ US ആണവ ഉടമ്പടി ചർച്ചകൾ തുടരുന്നതിനിടെ ഇറാനെ ആക്രമിച്ച് ഇസ്രായേൽ. ടെഹ്റാന് സമീപം ഭരണ പ്രതിരോധ മേഖലകൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം. ഇറാനിലെ 2 സ്കൂളുകൾക്ക് നേരെയും ആക്രമണം. 87 കുട്ടികൾ കൊല്ലപ്പെട്ടു. അബുദാബിയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് പാക് പൗരൻ കൊല്ലപ്പെട്ടു. അയതുള്ള ഖമേനി യുടെ വസതി തകർത്തു. ഖമേനി സുരക്ഷിതൻ. ഇറാൻ പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. UN രക്ഷാസമിതി യോഗം പുലർച്ചെ 2:30 യോഗം ചേരണമെന്ന് ആവശ്യപ്പെട്ടത് ഫ്രാൻസും ഇറാനും. ഇറാൻ പ്രത്യാക്രമണം നടത്തിയത് ഗൾഫ് മേഖലയിലുള്ള US സൈനിക കേന്ദ്രങ്ങളിൽ. ബഹ്റിനിലെ ജുഫ്രയിൽ US സേനാ താവളം ആക്രമിച്ചു. ഖത്തറിലെയും UAEയിലെയും US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം തടഞ്ഞുവെന്ന് റിപ്പോർട്ട്. കുഞ്ഞുങ്ങളെ കൊന്നതിനും മറുപടി നൽകുമെന്ന് ഇറാൻ. ഇതുവരെ പ്രയോഗിച്ചത് പഴയ ആയുധ ശേഖരമാണെന്നും വരാൻ പോകുന്നത് ഇതുവരെ കാണാത്ത ആയുധങ്ങളെന്നും മുന്നറിയിപ്പ്. രാജ്യങ്ങൾ സംയമനം പാലിക്കണമെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും ഇന്ത്യ. സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വിദേശകാര്യ മന്ത്രാലയം. വിദ്യാർത്ഥികളടക്കം 10,000-ലേറെ ഇന്ത്യക്കാർ യുദ്ധമേഖലകളിലെന്ന് സൂചന. പരമാവധി വാസസ്ഥലങ്ങളിൽ തുടരണമെന്നും ഇന്ത്യൻ എംബസിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശം. ഹെൽപ്പ് ഡെസ്ക് തുറന്നു നോർക്ക. കേരളത്തിൽ നിന്നും ഉൾപ്പെടെയുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ INS കൊൽക്കത്ത ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ ഇന്ത്യ വിന്യസിച്ചതായി സൂചന. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ ചേർത്തുപിടിച്ച് കേരളം. കൽപ്പറ്റ എസ്റ്റണിലെ മാതൃകാ ടൗൺഷിപ്പ് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറും. ഗുണഭോക്താക്കൾക്കുള്ള പട്ടയങ്ങളും വിതരണം ചെയ്യും. മുസ്ലിം ലീഗ് നിർമ്മിച്ച 51 വീടുകൾ കൈമാറി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM PB അംഗങ്ങളിൽ മത്സരിക്കുന്നത് പിണറായി വിജയൻ മാത്രം. KK ശൈലജ പേരാവൂരിൽ മത്സരിച്ചേക്കും. തലശ്ശേരിയിൽ കാരായി രാജൻ, ഷംസീറിനും PK ബിജുവിനും P ജയരാജനും സീറ്റില്ല. EP ജയരാജൻ, തോമസ് ഐസക്, G സുധാകരൻ, AK ബാലൻ എന്നിവർ മത്സരിക്കില്ല. ഇരവിപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി RSPയിൽ പൊട്ടിത്തെറി. മണ്ഡലം സെക്രട്ടറി N നൌഷാദ് രാജിവെച്ചു. കോഴിക്കോട് എലത്തൂർ സീറ്റിനെ ചൊല്ലി NCPയിലും തർക്കം.